കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇന്നെങ്കിലും കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ കിട്ടുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ഞാനുള്ളത് ഇപ്പോൾ പാണക്കാട് ഭാഗത്താണ്. ചേട്ടാ, നമ്മുടെ കേരളത്തിന് ഇപ്പോഴൊരു മുഖ്യമന്ത്രി ആയിട്ടില്ല, എന്താ പറയാനുള്ളത്? നമ്മൾ പറയുക എന്താ ഇപ്പം ഇവർ ഇന്ന് വരും നാളെ വരും ഇന്നലെ രാത്രി വരും എന്നൊക്കെ പറഞ്ഞ് കുത്തിയിരുന്നതാണ്. നമ്മൾ രാത്രി 12-1 മണി വരെയും ഇത് കെട്ടിക്കാത്തിരിക്കുക. വരും ആ 12-1 മണി വരെ ഉറങ്ങാതെ കുത്തിരിക്കുകയാണ്. ഇവരിപ്പോഴും എവിടെ എത്തിയിട്ടില്ല. എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത്രയ്ക്കും ചേട്ടനൊരു ആഗ്രഹം ആരാവണമെന്നാ? അല്ല, വി.ഡി. സതീശൻ എന്തായാലും ഇതിനെ നയിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ അതല്ലേ വരാൻ പാടുള്ളൂ. സതീശന്റെ ആളാണ്. വി.ഡി. സതീശൻ വരണം. ഞങ്ങളെല്ലാവരും അതിൻ്റെ ആൾക്കാരാണ്. ഈ ഇങ്ങനെ വൈകുന്നതിൽ വലിയ അതൃപ്തി ഉണ്ടോ? ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഇത്രയും സീറ്റ് കിട്ടിയ ഒരു പാർട്ടി ഇത്രയും ടൈം പിടിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ സീറ്റുകളും 102 സീറ്റ് നേടിയ ഒരു പാർട്ടി ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ടൈം പിടിക്കുന്നത് ഭയങ്കര ഒരു നല്ലൊരു സ്വഭാവമുള്ള പരിപാടിയല്ല. എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിനെ കേരളത്തിലേക്ക് എടുത്തുവിടണം. നമുക്ക് വി.ഡി. സതീശനാവണം. ഞങ്ങൾക്ക് എല്ലാവരും അഭിപ്രായം അതാണ്. എല്ലാവരും ഈ കൂടിക്കുന്ന എല്ലാവരും അഭിപ്രായം വി.ഡി. സതീശനാവണം എന്നുള്ള. അല്ല, ഈ എത്ര ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 4-ാം തീയതി ഫലം വരുന്നു, ഇന്നിപ്പോൾ 14-ാം തീയതി ആയി, ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നത്? ഓയിൽ കജ്ജിട്ട് വന്ന ആൾക്കാർ കസാരിക്ക് പൊടിയും വരികയാണ്. അത് റൂട്ടിരിക്കാൻ ആക്കാൻ അവർ സംഭവിക്കണില്ല. ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ വരുന്ന അഭിപ്രായമാണ്. നിങ്ങളൊക്കെ വോട്ട് ചെയ്താണ് വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതൃപ്തി ഇല്ലേ? അതിർത്തി ഉണ്ട്, അവർ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ. അപ്പം അതിനിപ്പോൾ എടുത്തോണ്ടല്ലോ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത് ഇപ്പോൾ വലിച്ചു തുടങ്ങി തമിഴ്നാട്ടിലൊക്കെ അല്ലേ? ആ, ഇപ്പോൾ ഇവരിപ്പോഴും അത് തന്നെ പഴംപരിയിൽ തന്നെ. ഇനി ഇവർക്ക് അതിൽ ഇഷ്ടപ്പെട്ട ആളെ കിട്ടണം, ഒരു വിചാരിച്ച ആളാ. അതിന് കുറേ ഒച്ചപ്പാട് ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ആരോ വർഷം? ഞാൻ വി.ഡി. സതീശൻ അത് കേസിക്ക് പ്രശ്നം. അത് വേണ്ട. അപ്പോൾ കജ്ജറിയാതെ ആ കാന്തത്തിലോ അവൻ്റെ ഉപ്പ് ഇത് കജ്ജറിയാതെ മീൻ പിടിച്ചാൽ പറ്റുമല്ലോ. അതന്നെ കൈ നനയാതെ മീൻ പിടിക്കുക. ആ, പിടിക്കണേ. അപ്പൊ രമേശ് ചെന്നിത്തല ഓരോ ഭയം ആളാനെ. അത് സയൻസ് പോയില്ലേ, അതൊക്കെ പിന്നെ ഓരോക്കെ ഒഴിവാക്കിയതല്ലേ, അതിൻ്റെ ആവശ്യമില്ല. എന്താണ് നമ്മുടെ ആർസിക്ക് പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അതിൽ പറയാം. പ്രശ്നങ്ങളായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ വി.ഡി. സതീശൻ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വരണം. അതാണ് ഈ കേരളത്തിന് നല്ലത്. എന്തെങ്കിലും കിട്ടോ മുഖ്യമന്ത്രിനെ? ഇന്നെന്തായാലും കിട്ടും. അത് വി.ഡി. സതീശൻ തന്നെയാണ് ഉറപ്പായിട്ടും. അതിലൊരു തർക്കമില്ല. നമ്മുടെ കെ.സി അവിടെ MP ആയിട്ട് നിൽക്കല്ലേ, അദ്ദേഹം അവിടെ നിൽക്കട്ടെ. ഇപ്പം തൽക്കാലം പടം നയിച്ച സതീശൻ, അതാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്താ? സംസാരിക്കാൻ അല്പം മടിയുള്ള ആളാണ്. എന്താ അവസ്ഥ? എന്തെങ്കിലും മുഖ്യമന്ത്രിനെ കിട്ടുമോ? ഇന്ന് കിട്ടും എന്നാണ് പറഞ്ഞത്. ആ, കുറേ ദിവസമായി പറയണേ. അല്ലല്ല, ഇന്ന് ലാസ്റ്റാണെന്നൊക്കെ പറഞ്ഞേ. എന്നാലും വി.ഡി. സതീശൻ വരും. പിന്നെ പന്തലൊരുക്കിക്കണോ, പ്രതിജ്ഞയ്ക്ക് ഒക്കെ റെഡി ആയിക്കും. വി.ഡി. സതീശന്റെ ആളല്ലേ? അതെ, മോദി സതീശൻ്റെ ആൾ ഉറച്ചിട്ടും. രമേശ് ചെന്നിത്തല അയാളൊക്കെ കാരണം എവിടെ സംസാരിക്കാൻ പറ്റിയ ആളല്ലാണ്ട് കേന്ദ്രത്തിൽ. കെ.സി. വേണമല്ല, അതൊക്കെ MP ആയിട്ട് ജോലി ചെയ്യില്ലേ, ഒന്നുമില്ല. അതൊന്നും തോറ്റേ പോകുള്ളൂ. സതീശൻ വരണം. ഇന്ന് കിട്ടുമോ ചേട്ടാ? ഇന്ന് കിട്ടും, തീർച്ചയായിട്ടും. എന്താ അവസ്ഥ? ആരാവണമെന്ന് ചേട്ടൻ്റെ ആഗ്രഹം? വി.ഡി. സതീശൻ വരണം. നിങ്ങളൊക്കെ വി.ഡി. സതീശന്റെ ആൾക്കാരാണ്. സതീശനല്ലേ നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഇതുവരെ നയിച്ചു പടവരുതി ഓനല്ലേ. അപ്പോൾ ഓനല്ലേ കിട്ടേണ്ടത്. മറ്റോലൊക്കെ അതിൽ കലക്കളത്തിൽ മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരല്ലേ. പെട്ടെന്ന് വന്നിക്കാണ്ട് പിടിച്ച് ശരിയാക്കാന്നുള്ളത്. സതീശൻ ഇതുവരെ നയിച്ചു. ഇതുവരെ പിന്നെ ഇലക്ഷൻ ഇതുവരെ എത്തിച്ചു വിജയിപ്പിച്ചു. അപ്പോൾ അവരെല്ലാം കിട്ടേണ്ടി നയിച്ചവർക്കല്ലേ ഇത് വേണ്ടി. മുഖ്യമന്ത്രി ചർച്ചകളാണല്ലോ നടക്കുന്നത്. അതെ, നമ്മളെ ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. എന്താ നിങ്ങളൊരു ആഗ്രഹം? എന്താ സതീശനാണ്. ഈ നാളെ എന്ന് പറഞ്ഞ് നീളുന്നതില് തീരും. അതാ പറയാനുള്ളത്. സതീശൻ വരും തോന്നുന്നത്. പ്രശ്നമുണ്ടോ ഇത്രയും ദിവസമായി? അല്ലല്ല, ഇനിയിപ്പോൾ 11 മണിക്ക് നമുക്ക് അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് നോക്കാം. നമ്മളെ ചാനല് മൊബൈൽ ഫോണിൽ ഇങ്ങനെ കണ്ടിരിക്കുക, ബസ് സ്റ്റോപ്പിലാണെങ്കിൽ പോലും അല്ലേ. നമ്മളെ പ്രേക്ഷകനാണ്. അതെ, പക്ഷെ ഞങ്ങൾ യൂഡിഎഫിന് എതിരായിട്ട് പറയല്ലേ. എന്തായാലും നിങ്ങൾ ചാനൽ കാണും. അതാണ്. എന്താ അഭിപ്രായം? ആര് മുഖ്യമന്ത്രി ആവണമെന്നാ? സതീശനാവണമെന്നുള്ള എല്ലാവരും സതീശനാണെന്നാണ് ഇവിടെ. കേസിയോ? ഇഷ്ടമില്ല. അയാൾ കേന്ദ്രത്തിലല്ലേ, ഇവിടെ ഈ സതീശൻ വണ്ടി പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അയാളുണ്ട്. നമ്മളെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പയാളാ.
ഈ 5 വർഷം ആരെവിടെ പ്രതിപക്ഷ നേതാവായി ആളാണ്. തിരുവനന്തപുരം പോയില്ലേ? അപ്പോൾ പോയി തിരിച്ചു വന്നോ? മുഖ്യമന്ത്രി ആവാൻ പോയതാണോ? ആ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങളെ ചാനൽ കണ്ടപ്പോൾ ആ സതീശനെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. സതീശും കുടുംബവും നിങ്ങളെ ചാനൽ പറയുന്നുണ്ട്. ഈ പ്രദേശത്തുള്ളവരെല്ലാവരും പറയുന്നത് പട നയിച്ചവൻ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ള, സതീശൻ വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഈ നാളെ 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 എന്ന് പറയുന്നത് മാറി ഇന്ന് തന്നെ കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.